ഒരു ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ ഏറ്റവും സുപ്രധാനമായ ഒരു ജനാധിപത്യ നടപടിക്രമമാണ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പിനെ ഒരു ദുർവ്യയമായി കാണുകയാണ് NDA ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന പദ്ധതിയിലൂടെ. സമീപ ഭാവിയിലും നടപ്പിലാക്കാൻ ഒരു സാധ്യതയും ഇല്ലാത്ത ഒരു പദ്ധതിയെ രാജ്യത്തെ 4 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ ഘട്ടത്തിൽ ആ ബില്ലിന് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയെങ്കിൽ BJPക്കും കേന്ദ്ര സർക്കാരിനും കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ അതിന് പിന്നിലുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടപ്പാക്കണമെങ്കിൽ ഭരണഘടനാ ഭേദഗതികൾ ആവശ്യമായി വരുന്നുണ്ട്. 2 സഭകളിലും 3/2 ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ NDAക്കും BJPക്കും ഇത് നടപ്പാക്കിയെടുക്കാൻ കഴിയൂ. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ 2 സഭകളിലും BJPക്ക് ഈ അംഗസംഖ്യ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. NDA സർക്കാരിൻ്റെ പ്രഖ്യാപിത പദ്ധതികളിലൊന്നായ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് പദ്ധതിക്ക് ഇപ്പോൾ കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുകയാണ്. രാംനാഥ് കോവിന്ദ് കമ്മിറ്റി രൂപീകരിച്ച് അതിൻ്റെ ഒരു റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടിരുന്നു. ആ റിപ്പോർട്ടാണ് ഇപ്പോൾ കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുന്നത്. ഈ ഒരു പദ്ധതി നടപ്പാക്കും എന്ന ലക്ഷ്യവുമായാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് നീങ്ങുന്നത്. പക്ഷേ അത് നടപ്പാക്കാൻ കഴിയുമോ? അത് കുറേയേറെ കാര്യങ്ങൾ വിമർശിക്കപ്പെടേണ്ടതായുണ്ട്. ഒന്നാം മോദി സർക്കാരിൻ്റെ കാലത്താണ് മോദി ഒരു പൊതുപ്രസംഗത്തിൽ ഇക്കാര്യം ആദ്യം അവതരിപ്പിക്കുന്നത്. രാജ്യത്തെ നിലവിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയകളെല്ലാം വികസനത്തെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട്. അത് നെഗറ്റീവായിട്ടാണ് ബാധിക്കുന്നത്. അതുകൊണ്ട് അത് വികസന മുരടിപ്പിന് കാരണമാകും. പുതിയൊരാശയങ്ങളോട് അവതരിപ്പിക്കുകയാണ്. മുമ്പ് പലരും സംസാരിച്ചിരുന്നത് പ്രായോഗികമായി നടപ്പിലായില്ലെങ്കിലും NDA സർക്കാരിന് കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട്. രാജ്യത്തെ എല്ലാ തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങളെയും ഏകീകരിച്ചുകൊണ്ട് ഒരു പദ്ധതി ഞങ്ങൾ നടപ്പിലാക്കുമെന്ന് പറയുന്നു. രണ്ടാം മോദി സർക്കാരിൻ്റെ കാലത്താണ് മുൻ പ്രസിഡന്റായിരുന്ന രാംനാഥ് കോവിന്ദിനെ ചുമതലപ്പെടുത്തിയിട്ടുള്ള ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നത്. 2024 മാർച്ചിലാണ് കമ്മിറ്റി അത് സർക്കാരിന് മുമ്പാകെ സമർപ്പിക്കുന്നത്. 4 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ ഘട്ടത്തിൽ കേന്ദ്ര മന്ത്രിസഭ ഈ കമ്മിറ്റി റിപ്പോർട്ടിന് അംഗീകാരം നൽകിയെങ്കിൽ അതിൻ്റെ പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടോ എന്നുള്ളൊരു ചർച്ച നിലനിൽക്കുന്നുണ്ടല്ലോ. ഈ പദ്ധതി നടപ്പാക്കണമെങ്കിൽ NDAക്ക് കുറേ കടമ്പകൾ കടക്കേണ്ടതായുണ്ട്. അതിനു മുൻപായിട്ട് ഈ പദ്ധതി നടപ്പാക്കുന്നതിനായിട്ട് കുറേ ന്യായവാദങ്ങൾ NDA നടത്തുന്നുണ്ട്. അത് 3 പോയിന്റുകളാണ് പ്രധാനമായുള്ളത്. ഒന്ന്, ഈ തെരഞ്ഞെടുപ്പുകൾ എല്ലാ വർഷവും പല സമയത്തായി നടത്തേണ്ടി വരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു, അതിന് ഒപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകൾ നടത്തേണ്ടി വരുന്നുണ്ട്. ഓരോ വർഷവും 2 or 3 തെരഞ്ഞെടുപ്പുകൾ നടത്തേണ്ടതായി വരുന്നു എന്നുള്ളതാണ് ഒരു വാദം. ഇതൊരു ദുർവ്യയം സൃഷ്ടിക്കുന്നുണ്ട്, രാജ്യത്തിൻ്റെ വികസനത്തെ പിന്നോട്ടടിക്കുന്നുണ്ട് എന്നാണ് ഒന്നാമത്തെ വാദം. രണ്ടാമത്തെ വാദം, ഇതിനായി കുറേയേറെ ഉദ്യോഗസ്ഥരെ നിയോഗിക്കേണ്ടി വരുന്നു, സൈനിക ഉദ്യോഗസ്ഥരെ നിയോഗിക്കേണ്ടി വരുന്നു, അധ്യാപകർ ഉൾപ്പെടെയുള്ളവരെ പല ഘട്ടങ്ങളിലായി നിയോഗിക്കേണ്ടി വരുന്നുണ്ട്. ഇതുകൊണ്ടുണ്ടാകുന്ന അവരെ ഈ പ്രധാന ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി മറ്റ് ഇലക്ഷൻ ഉൾപ്പെടെയുള്ള മറ്റ് ഡ്യൂട്ടികളിലേക്ക് നിയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന സർക്കാരിനുണ്ടാകുന്ന ആ പ്രവർത്തനം നിലയ്ക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു എന്നുള്ള വാദം. മൂന്നാമതായി, ഈ പെരുമാറ്റച്ചട്ടം, മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വരുമ്പോൾ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ കഴിയാതെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ള വാദം. ഈ 3 വാദങ്ങളുമാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പക്ഷേ ഈ വാദങ്ങൾ വളരെ ബാലിശം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അതിന് ചില കാരണങ്ങളുണ്ട്. അപ്പോൾ ദുർവ്യയമാണ് ആദ്യത്തെ പ്രയോഗം വരുന്നത്. ഈ ദുർവ്യയം എന്ന് പറയുമ്പോൾ ഈ രാജ്യത്തിൻ്റെ നിലനിൽപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രക്രിയകളിലൊന്നാണ് തെരഞ്ഞെടുപ്പ് എന്നുള്ളത്. കാരണം ജനാധിപത്യത്തിൻ്റെ ഭംഗിയും അതിൻ്റെ സവിശേഷതയും എല്ലാവരും എല്ലാ കാലത്തും വാഴ്ത്തിപ്പാടുന്ന കാര്യം എന്നുള്ളത് ഇവിടുത്തെ ജനപ്രതിനിധികളെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പുകളെ ഒരു ദുർവ്യയം എന്ന വാക്കിലേക്ക് ഒതുക്കുമ്പോൾ ഒരു പ്രസിഡൻഷ്യൽ സംവിധാനമുള്ള രാജ്യമായി മാറ്റാനായിരിക്കും BJP ലക്ഷ്യമിടുന്നത്. സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് 7 പതിറ്റാണ്ട് പിന്നിട്ട് കഴിഞ്ഞു. ഈ ഘട്ടം വരെ നമ്മുടെ ഒരു ജനാധിപത്യ ക്രമം വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ സംവിധാനം മുഴുവൻ എന്തോ ഒരു മോശപ്പെട്ട സംഗതിയാണ് എന്ന് ചിത്രീകരിക്കുകയാണ് RSSും BJPയും ചെയ്യുന്നത്. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും അതുതന്നെ. ഇങ്ങനെ ഒരു സംവിധാനത്തെ മൊത്തം അടച്ചാക്ഷേപിച്ചുകൊണ്ട് ഇതൊരു വലിയ ചെലവ് വരുന്ന, ദുർവ്യയം വരുത്തുന്ന, നമ്മുടെ രാജ്യത്തിൻ്റെ വികസനത്തെ പിന്നോട്ടടിക്കുന്ന ഒരു പദ്ധതി, ഒരു പരിപാടിയാണെന്ന് അവതരിപ്പിച്ചുകൊണ്ട് ആ ഒരു ചിത്രം, അങ്ങനെ ഒരു ബോധ്യം ജനങ്ങളുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരു ദീർഘകാല പദ്ധതിയാണ് ഇപ്പോൾ ഇവർ ഈ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇത് നടപ്പാകാൻ സമീപ ഭാവിയിൽ യാതൊരു സാധ്യതയുമില്ല. ഇതിൻ്റെ കാരണങ്ങളിൽ അവർ മറ്റൊന്ന് പറയുന്നത് വോട്ടിംഗ് ശതമാനം കൂട്ടാൻ എന്ന് പറയുന്നുണ്ട്. കാരണം പൊതുജനങ്ങളെ സ്വാധീനിക്കാൻ ഈ വിഷയത്തിൽ ഉന്നയിക്കുന്ന വാദങ്ങളിലൊന്ന് വോട്ടിംഗ് ശതമാനം കൂട്ടാമെന്ന് കാരണം പറയുന്നുണ്ട്. മറ്റൊരു വാദം എന്നുള്ളത് 1,35,000 കോടി രൂപയാണ് 2024 നടന്ന ലോക്സഭ ഇലക്ഷൻ്റെ ചെലവ് വരുന്നത്, ഒരു ഏജൻസി റിപ്പോർട്ട് പ്രകാരം. ഇത്രയേറെ ചെലവ് ഓരോ വർഷവും ഓരോ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിൽ വരുമ്പോൾ ഇത് പൊതുപണത്തിനാണ് നഷ്ടം വരുന്നതെന്ന് പറയുന്നുണ്ട്. മറ്റൊരു കാര്യം എന്നുള്ളത് സൈന്യത്തെ വിന്യസിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്.
അർദ്ധ സൈനിക വിഭാഗത്തിന് മാത്രമാണ് തെരഞ്ഞെടുപ്പ് ചുമതലകൾക്ക് വേണ്ടി നിയോഗിക്കേണ്ടി വരുന്നത്. അവരുടെ വാദം എന്നുള്ളത് രാജ്യത്തിൻ്റെ സുരക്ഷയെ ബാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരെ ഈ തെരഞ്ഞെടുപ്പ് ചുമതലയിലേക്ക് മാറ്റുമ്പോൾ സുരക്ഷാ ഭീഷണി നിലനിൽക്കുന്നു എന്നൊരു കാര്യം പറയുന്നുണ്ടല്ലോ. നമുക്കറിയാം, നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ സുരക്ഷയ്ക്കായിട്ട് നിയോഗിക്കപ്പെടുന്ന സൈനിക വിഭാഗങ്ങൾ എന്ന് പറയുന്നത് ഈ അർദ്ധ സൈനിക വിഭാഗങ്ങളെയാണ് പ്രധാനമായും വിന്യസിക്കുന്നത്. നമ്മുടെ ആർമിയെ ഒന്നും കാര്യമായി വിന്യസിക്കുന്നില്ല. ആർമി, അതുപോലെ തന്നെ BSF, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്, അതിർത്തിയിൽ കാവൽ നിൽക്കുന്ന സൈനിക അർദ്ധ സൈനിക വിഭാഗങ്ങളെ നമ്മുടെ തെരഞ്ഞെടുപ്പിൻ്റെ സുരക്ഷാ കാര്യങ്ങൾക്കായി നിയോഗിക്കുന്നില്ല. നമുക്ക് അതിനായി മറ്റ് ഫോഴ്സുകളുണ്ട്, അർദ്ധ സൈനിക വിഭാഗങ്ങളുണ്ട്, CRPF ഉണ്ട്, CISF ഉണ്ട്, അതുപോലെ തന്നെ സംസ്ഥാനങ്ങളുടെ പോലീസ് സേനകളുണ്ട്, അതിൻ്റെ ഘടകങ്ങളുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് പോലും ഈ വളരെ അപൂർവമായി മാത്രമേ അർദ്ധ സൈനിക വിഭാഗങ്ങളെ വിന്യസിക്കേണ്ടതായി വരുന്നുള്ളൂ. സുരക്ഷാ ഭീഷണിയുള്ള മറ്റ് പ്രദേശങ്ങൾ, അതായത് മാവോയിസ്റ്റ് ഭീഷണി, തീവ്രവാദ ഭീഷണിയുള്ള പ്രദേശങ്ങളിൽ മാത്രമാണ് മറ്റ് അർദ്ധ സൈനിക വിഭാഗങ്ങളെ നിയോഗിക്കേണ്ടി വരുന്നത്. ഈ സൈനികരുടെ കാര്യം പറയുമ്പോൾ തന്നെ അതിൽ പറയേണ്ട മറ്റൊരു കാര്യമാണ് ഉദ്യോഗസ്ഥർ ഇതിനു വേണ്ടി വിനിയോഗിക്കേണ്ടി വരുന്നുള്ളത്. പ്രധാനമായിട്ട് സർക്കാർ ഉദ്യോഗസ്ഥരായ അധ്യാപകരുടെ കാര്യം പറയുന്നുണ്ട്. പക്ഷേ ഈ വാദം ബാലിശമാണെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം 2024 തെരഞ്ഞെടുപ്പും അതുപോലെ ഇതിനു മുമ്പ് നടന്ന നമ്മുടെ സംസ്ഥാനങ്ങൾ, കേരളത്തിൽ ഉൾപ്പെടെയുള്ള സംസ്ഥാന തെരഞ്ഞെടുപ്പുകളും നടന്നത് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ്. അപ്പോൾ അധ്യാപകരെ കാര്യം ബാധിക്കുന്നില്ല. കാരണം മാർച്ചിൽ പരീക്ഷ കഴിഞ്ഞ് അധ്യാപകർക്ക് അവധി വരുന്ന ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് തെരഞ്ഞെടുപ്പിൻ്റെ ചുമതല വരുന്നത്. അതും ആകെ വരുന്നത് 5 വർഷത്തിൽ വരുന്ന ഒരു 1.5 മാസ കാലയളവ് മാത്രമാണ് തെരഞ്ഞെടുപ്പ് ചുമതല വരുന്നത്. അത് പ്രധാനപ്പെട്ട അധ്യാപകരെല്ലാവരെയും ഈ തെരഞ്ഞെടുപ്പ് ചുമതലകൾക്ക് മാറ്റി ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല. മറ്റൊന്ന്, സർക്കാർ ഉദ്യോഗസ്ഥരുടെ പ്രധാനപ്പെട്ട അവരുടെ പൊതുഭരണ സംവിധാനത്തിന് വിനിയോഗിക്കേണ്ട സമയവും അവരുടെ ആരോഗ്യമൊക്കെ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് വേണ്ടി മാറ്റിവെക്കുന്നു എന്നുള്ളത്. മൂന്നാമത്തെ കാര്യം ഈ മാതൃകാ പെരുമാറ്റച്ചട്ടത്തിൻ്റെ കാര്യം പറയുന്നത്. പെരുമാറ്റച്ചട്ടത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു രാജ്യത്തെ ഒരു സംവിധാനത്തിലെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ 5 വർഷം കഴിഞ്ഞാൽ അടുത്ത തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്ന കാര്യം ഇവിടുത്തെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് ഇന്ന ഡേറ്റിൽ വരുമെന്നുള്ള ആ ഒരു പ്രത്യേക ദിവസം മാത്രമാണ് നേരത്തെ പ്രഖ്യാപിക്കപ്പെടേണ്ടതുള്ളൂ. അപ്പോൾ 5 വർഷം കഴിഞ്ഞാൽ ആ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ 45 ദിവസം പെരുമാറ്റച്ചട്ടമായിരിക്കും എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ ദിവസത്തേക്ക് ആകെ വരുന്ന പരിമിതി, ഈ 45 ദിവസത്തിൻ്റെ കാലയളവിൽ വരുന്ന ഒരു പരിമിതി എന്നുള്ളത് പുതിയ പദ്ധതികൾ ആ സർക്കാരിന് പ്രഖ്യാപിക്കാൻ കഴിയില്ല. പക്ഷേ നിലവിൽ പണി നടക്കുന്ന എല്ലാ പ്രവർത്തികളും പുരോഗമിക്കാനുള്ള കൃത്യമായ നിയമ സംവിധാനങ്ങളുണ്ട്. ഇനി അതിൽ തന്നെ എന്തെങ്കിലും ഭേദഗതി വരുത്തണമെങ്കിൽ ആവശ്യമായ നിയമ സാഹചര്യങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. പെരുമാറ്റച്ചട്ടത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രക്രിയകളെ കീറിമുറിക്കുന്നു എന്നുള്ളത് ഒരു ബാലിശമായ വാദമായിട്ട് നമുക്ക് കണക്കാക്കേണ്ടി വരും. ജനപ്രാതിനിധ്യ നിയമപ്രകാരം ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ അതിനുശേഷം ജനങ്ങളെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള പദ്ധതി പ്രഖ്യാപനങ്ങളോ ഉണ്ടാവരുത് എന്നുള്ളതാണ് ഈ മാതൃകാ പെരുമാറ്റച്ചട്ടം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ മാതൃകാ പെരുമാറ്റച്ചട്ടപ്രകാരം അങ്ങനെ ഒരു പ്രൊവിഷൻ മാത്രമേ ഉള്ളൂ. നേരത്തെ പ്രഖ്യാപിച്ച എല്ലാ പദ്ധതികളും നടപ്പിൽ വരുന്ന, അല്ല അത് നടപ്പാക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. ഇനി അടിയന്തിരമായി വേണ്ടി വരുന്നതാണെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അനുമതിയോടുകൂടി അവ നടപ്പാക്കാവുന്നതുമാണ്. കാരണം ഒരു പദ്ധതി എന്ന നിലയ്ക്കല്ല, ഒരു ദുരന്തം ഉണ്ടാകുകയാണെങ്കിൽ ആ ദുരന്തമുഖത്ത് ചില പ്രഖ്യാപനങ്ങൾ നടത്തേണ്ടതായി വരും. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അനുവാദത്തോടെ അവിടെ ഒരു പ്രഖ്യാപനം നടത്തുന്നതിന് യാതൊരു തടസ്സവുമില്ല. അപ്പോഴും ഈ വാദം അതോടെ ഇല്ലാതാക്കപ്പെടുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായി നമുക്ക് പറയാവുന്നത്, ഈ NDA സർക്കാർ എല്ലാ പദ്ധതികളും എന്നതുപോലെ ഇതിനെല്ലാം ഒരു ഏകീകൃത സ്വഭാവത്തിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പിന് ഒരു ഏകീകൃത സ്വഭാവത്തിലേക്ക് കൊണ്ടുവരുന്നു. മറ്റു കുറേ പദ്ധതികളുണ്ട്. ഇതെല്ലാം ഒരു ഏകീകൃത അല്ലെങ്കിൽ യൂണിഫൈ ചെയ്യുന്ന ഒരു രീതിയിലേക്കാണ് വരുന്നത്. ഇന്ത്യയുടെ ജനാധിപത്യത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, അതായത് നാനാത്വത്തിലെ ഏകത്വമാണ്. അതിൻ്റെ ഒരു വൈവിധ്യമാണ് ഇന്ത്യയുടെ ഭംഗി എന്നും മനോഹാരിത എന്ന് പറയാറുള്ളത്. നമ്മുടെ ജനാധിപത്യ പ്രക്രിയയും അത് അങ്ങനെ തന്നെയാണ്. ഓരോ സംസ്ഥാനത്തിൻ്റെയും പ്രത്യേകതകളുണ്ട്. അതനുസരിച്ചിട്ടാണ് അവിടെ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നത് പോലും. ഈ ഒരു വൈവിധ്യത്തെ ഇല്ലാതാക്കിക്കൊണ്ട് എല്ലാത്തിനെയും ഏകീകരിക്കുന്നത് അത് എന്തിലേക്കാണ് പോകുന്നത്? ഒരു ഏകാധിപത്യത്തിലേക്കാണോ പോകുന്നത് എന്നൊരു ചോദ്യമൊക്കെ അവിടെ പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. അതൊരു പ്രധാനപ്പെട്ട വസ്തുതയാണ്. ഇത് നടപ്പിലാക്കാൻ സാധ്യത വളരെ കുറവാണ് എന്നാണ് ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികളിൽ 15 പാർട്ടികളും ഈ രാംനാഥ് കോവിന്ദ് കമ്മിറ്റിക്ക് മുമ്പാകെ നൽകിയ അഭിപ്രായ പ്രകടനത്തിൽ ഈ സംവിധാനത്തെ എതിർത്തിട്ടുണ്ട്, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ എന്ന കാര്യത്തെ. മറ്റൊരു കാര്യം, ശ്രീധരൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഏകീകൃത സംവിധാനം, ഇപ്പോൾ ഏക സിവിൽ കോഡിൻ്റെ കാര്യത്തിൽ
ഒന്നാം മോദി സർക്കാരിൻ്റെ കാലം മുതൽ സ്വാതന്ത്ര്യദിനത്തിൽ ഉൾപ്പെടെയുള്ള പൊതുപരിപാടികളിലും അതുപോലെ പാർലമെൻറ്റിലും അവർ നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് രാജ്യത്തൊരു ഏകീകൃത സംവിധാനത്തിലേക്ക് മാറ്റുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ വൈവിധ്യം നിലനിൽക്കണം എന്ന അതൊരു ജനാധിപത്യ സ്വഭാവമാണല്ലോ. അപ്പോൾ അതിനെ കൃത്യമായി കീറി മുറിച്ചുകൊണ്ട് എല്ലാം കൈപ്പിടിയിലാക്കുക എന്ന ലക്ഷ്യം കൂടെ കേന്ദ്ര സർക്കാർ ഇതിൻ്റെ പിന്നിൽ ലക്ഷ്യമിടുന്നുണ്ടല്ലോ സ്വാഭാവികം. അതൊരു രാഷ്ട്രീയ ലക്ഷ്യം തന്നെയാണ്. ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ ഒരു പദ്ധതി പോലും അങ്ങനെ ഒരു രാഷ്ട്രീയ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ടൂളാണ് എന്ന് പറയേണ്ടി വരും. ഇത് നടപ്പാക്കിയെടുക്കുക എന്ന് പറയുന്നത് ഞാൻ മുൻപേ പറഞ്ഞതുപോലെ തന്നെ കുറേയേറെ കടമ്പകൾ ഇതിൽ കടക്കേണ്ടതായുണ്ട്. അതിലൊരു പ്രധാന കടമ്പയാണ് ഇതിനായി ചില ഭരണഘടനാ ഭേദഗതികൾ നടപ്പാക്കേണ്ടി വരും എന്നുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, ഒരു ഭരണഘടനാ ഭേദഗതി നടപ്പാക്കണമെങ്കിൽ പാർലമെൻറ്റിൻ്റെ 2 സഭകളിലും 3/2 ഭൂരിപക്ഷം ആവശ്യമായി വരും. നിലവിലെ സാഹചര്യത്തിൽ BJPക്ക് അതില്ല, NDAക്ക് അതില്ല. ലോക്സഭയിൽ അറിയാവുന്നതാണ്, പ്രതിപക്ഷം ഇത്തവണ ശക്തി ആർജിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2 ടേമിലെ പോലെയല്ല ശക്തമായ പ്രതിപക്ഷമാണുള്ളത്. BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം പോലും ഇല്ലാത്ത ഒരവസ്ഥയാണുള്ളത്. 543 അംഗങ്ങളാണ് ലോക്സഭയിൽ ആകെ ഉള്ളത്. ഇതിൽ 3/2 ഭൂരിപക്ഷം എന്നാൽ 362 പേരുടെ പിന്തുണ NDAക്ക് ആവശ്യമായി വരും. നിലവിലെ സാഹചര്യത്തിൽ അത് കിട്ടാനുള്ള യാതൊരു സാധ്യതയും ലോക്സഭയിലില്ല. പിന്നീട് വരുന്നത് രാജ്യസഭയാണ്. 250 അംഗ രാജ്യസഭയാണ് പിന്നീടുള്ളത്. ഇതിൽ ഇപ്പോൾ വന്നിരിക്കുന്ന 6 നോമിനേറ്റഡ് അംഗങ്ങൾ ഉൾപ്പെടെ 121 അംഗങ്ങളുടെ പിന്തുണയെ BJPക്കുള്ളൂ. അപ്പോഴും ഈ 1/3 ആകുന്നില്ല. TDP പോലുള്ള ന്യൂട്രലായി നിൽക്കുന്ന കുറേ കക്ഷികളുണ്ട്. ഇവർ പല കാര്യങ്ങളിലും വിഷയാധിഷ്ഠിതമായി NDAക്ക് പിന്തുണ കൊടുത്തിട്ടുണ്ട്. അപ്പോഴും അവരുടെ കൂടി പിന്തുണ ലഭിച്ചാലും രാജ്യസഭയിൽ ഇത് പാസ്സാക്കിയെടുക്കാനുള്ള ഭൂരിപക്ഷം എന്തായാലും NDAക്ക് ലഭിക്കാൻ പോകുന്നില്ല. അതായത് പാർലമെൻറ്റിൻ്റെ 2 സഭകളിലും ഇത് പാസ്സാക്കിയെടുക്കാൻ NDAക്ക് നിലവിലെ സാഹചര്യത്തിൽ സാധിക്കുകയേ ഇല്ല എന്നുള്ളതാണ് വസ്തുത. പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പദ്ധതി നടപ്പാക്കും എന്ന് ആത്മവിശ്വാസത്തോടെ NDAക്ക് പറയാൻ കഴിയുന്നത്, അതായത് കേന്ദ്രമന്ത്രിസഭയ്ക്ക് പറയാൻ കഴിയുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ ഈ കണക്കുകൾ നോക്കുമ്പോൾ സമീപ ഭാവിയിലൊന്നും ഈ ഒരു പദ്ധതി നടപ്പിലാക്കാൻ ഒരു സാധ്യതയും കാണുന്നില്ല. പക്ഷേ ഈ റിപ്പോർട്ടിന് അംഗീകാരം നൽകിയ സാഹചര്യം, അതിൻ്റെ സമയം ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട്. കാരണം ജമ്മു കാശ്മീർ, ജാർഖണ്ഡ്, ഹരിയാന, മഹാരാഷ്ട്ര ഈ 4 സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് അതിൻ്റെ എല്ലാ പ്രവൃത്തികളും പുരോഗമിക്കുന്ന ഒരു ഘട്ടത്തിൽ BJP ഇത്തരം ഒരു നറേഷൻ മുന്നോട്ട് വെക്കുമ്പോൾ BJP കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യം അവിടെ നടപ്പിലാക്കാൻ കഴിയും എന്നുള്ളൊരു സാധ്യത കാണുന്നു. ജനങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു പദ്ധതി നടപ്പാക്കും. അതായത് അവർ കൊണ്ടുവരുന്ന ന്യായവാദങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇതൊരു ദുർവ്യയമാണ്. എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും BJPക്ക് ഇത്തരത്തിലൊരു നറേഷൻ കുത്തിവെക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ. അത് മല്ലികാർജ്ജുൻ ഖാർഗെ, AICC പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞ അതേ ഒരു വിമർശനം തന്നെയാണ് ഇതിൽ നമുക്കും പറയാൻ കഴിയുക എന്ന് തോന്നുന്നു. കാരണം തെരഞ്ഞെടുപ്പുകളിൽ ഒരു ഇഷ്യൂ പറയാനില്ലെങ്കിൽ അവിടെ ഇതുപോലെ എന്തെങ്കിലും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന എന്തെങ്കിലും വിഷയം കൊണ്ടുവരിക, ഇഞ്ചക്ട് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് BJP എക്കാലത്തും ചെയ്തു വന്നിരിക്കുന്നത്. അതുതന്നെയാണ് ഇപ്പോഴും നടന്നിരിക്കുന്നത്. എന്തായാലും ഈ പറയുന്ന ഒരു പദ്ധതി എന്ന് പറയുന്നത്, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഈ ഒരു പദ്ധതി നടപ്പാക്കാൻ കുറേ ബുദ്ധിമുട്ടുകളുള്ള, കുറേ കടമ്പകൾ കടന്ന് മാത്രം നടപ്പാക്കാൻ സാധിക്കുന്ന ഒന്നാണ്. പക്ഷേ അത് നമ്മുടെ മൊത്തം ജനാധിപത്യ വ്യവസ്ഥയെ അട്ടിമറിക്കുന്ന ഏറ്റവും അരാഷ്ട്രീയമായ ഒന്നാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും.